السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام. أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ഞാൻ പ്രിയപ്പെട്ടവരെ ഇനിയൊരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ റഹീം മാസ്റ്റർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇബ്രാഹിം സഖാഫിയും നിങ്ങളോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി എന്നോട് ഇവിടെ വന്ന സന്ദർഭത്തിൽ ചില പ്രവർത്തകർ പറഞ്ഞ കാര്യം മാത്രം സൂചിപ്പിച്ച് ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഈ സ്ക്രീന് കെട്ടിയിട്ട് കുറെ നേരമായി ഉസ്താദെ, ഇതെന്തിന് കെട്ടിയതാണെന്ന് പരിചയപ്പെടുത്തി തരണം എന്നാണ് വന്നേക്ക് കിട്ടിയ നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഇവിടെ കാണിച്ച് ഞാൻ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവൻ ഇഷ്ടപ്പെട്ട സദസ്സായി കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ പ്രവർത്തകർ, ഇതിനു വേണ്ടി ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തകർ, സംബന്ധിച്ചവർ എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും ബറക്കത്തും റാഹത്തും വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തത്സമയ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ, 2 ക്ലാസ് റൂമിന്റെയും പ്രവർത്തകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഈ പരിപാടികൾ തത്സമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇത് നേരിട്ട് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു റാഹത്തും സന്തോഷവും വർദ്ധിപ്പിക്കട്ടെ. പ്രയാസങ്ങളെ തീർത്തു കൊടുക്കട്ടെ, ഉദ്ദേശങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം അത് ഞങ്ങളിപ്പോൾ കേരളത്തിൽ നവോത്ഥാനം ആരംഭിച്ച ഒരു നൂറ്റാണ്ട് തികക്കുകയാണ് എന്ന് പറഞ്ഞ് 1924 കേരളത്തിൽ രൂപീകരിച്ച കേരള നദുവത്തുൽ മുജാഹിദ്, അതിന്റെ ആദ്യ സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന 1924 രൂപീകരിച്ച് 2012 ആകുമ്പോഴേക്ക് 90 വർഷം ആകിയിട്ടില്ല. അപ്പോഴേക്ക് തന്നെ ഒരു നൂറ്റാണ്ട് തികക്കുകയാണ് കേരളത്തിലെ മുജാഹിദുകൾ. 90 വർഷം കഴിയുമ്പോഴേക്ക് ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം. കഴിഞ്ഞ അവരുടെ ഭാഷയിൽ ഒരു നൂറ്റാണ്ട് കാലം പിന്നിട്ടപ്പോഴേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത് എന്താണ് എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വൈജ്ഞാനികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകി അവരെ കൈപ്പിടിച്ചുയർത്തി എന്നതാണോ കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. അവർ ചെയ്ത നവോത്ഥാനം എന്ന പേരിട്ട് അവർ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ കുപ്രസിദ്ധമായ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ,
അത് വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് മുജാഹിദുകളുടെ ക്യാമ്പയിൻ നടക്കുന്നതിന്റെ തൊട്ടു പുറകിലായി SSFന്റെയും SYSന്റെയും ശ്രദ്ധേയമായ ചുവടുവെപ്പുകളും ക്യാമ്പയിനുകളും അവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ പുറകിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിന്റെ വിശദാംശത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ ചില ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് അറിയാമോ? കേരളത്തിലുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു എന്നതാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാനൊരു മൗലവി പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ. കേരളത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ 2 ഗ്രൂപ്പാണ്. AP ഗ്രൂപ്പുമുണ്ട്, EK ഗ്രൂപ്പുമുണ്ട്. എല്ലാവർക്കും അറിയാം. സുന്നികൾ 2 ഗ്രൂപ്പാണ്, മുജാഹിദുകൾ 5 ഗ്രൂപ്പാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വിശദീകരിക്കും. നമ്മൾ 2 ഗ്രൂപ്പേ ആയിട്ടുള്ളൂ. മുജാഹിദുകൾ ഈ ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് തന്നെ 5 ഗ്രൂപ്പായി തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഈ 2 ഗ്രൂപ്പ് സമസ്തയുടെ നേതാക്കളും ആശയവും നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ആ 2 ഗ്രൂപ്പ് സമസ്തയെ കുറിച്ചും മുജാഹിദുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ സമസ്തയുടെ നേതാക്കൾ അല്ലെങ്കിൽ സമസ്ത പ്രഖ്യാപിക്കുന്ന നിലനിർത്തുന്ന ആശയങ്ങൾ എന്താണെന്നറിയോ? അത് ജോർജ് W. ബുഷ് പറഞ്ഞിട്ടുള്ള ആശയമാണ്, വാജ്പേയി പറഞ്ഞിട്ടുള്ള ആശയമാണ്, തൊഗാഡിയ പറഞ്ഞിട്ടുള്ള ആശയമാണ്, അഡ്വാനി പറയുന്ന ആശയമാണ്. കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ അമുസ്ലിമീങ്ങളും പറഞ്ഞിട്ടുള്ള ആശയമാണത്രേ സുന്നികളായ നമ്മൾ പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് മൗലവി, താടിയുള്ള വലിയ ഒരു മൗലവി മൈക്കിയിലൂടെ വിളിച്ചു പറയുകയാണ്. ചുങ്കത്തറക്കാരൻ സുഹൈർ മൗലവി, അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 90 വർഷം അവർ അല്ലെങ്കിൽ 80 വർഷം പ്രവർത്തിച്ചപ്പോഴേക്ക് അവർ ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ നവോത്ഥാനം അതാണ്. കേരള മുസ്ലിമീങ്ങളൊക്കെ തന്നെയും സഹോദരങ്ങളെ അമുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിലാണ്, കാഫിറുകളാണ്. ഇതാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് കേട്ടോളൂ, ആ മൗലവി പറയട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവനാകണല്ലോ ബുഷും തഗാഡിയും ഒക്കെ. കാരണം എന്താ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ആരാ പറയുന്നത്? അത് മുജാഹിദ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നല്ലേ സമസ്തയുടെ ആശയം? അതാരാ പറയുന്നത്? ബുഷ്, ബാൽ താക്കറെ, തൊഗാഡിയ, നരേന്ദ്രമോദി, അഡ്വാനി, വാജ്പേയി, ലോകത്തുള്ള എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. കേട്ടില്ലേ? ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും എല്ലാ അമുസ്ലിമീങ്ങളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. നോക്ക് നിങ്ങൾ, കേരളത്തിലെ മുജാഹിദിന്റെ ടോപ്പ് മൗലവി മുജാഹിദുകളെ മുന്നിൽ ഇരുത്തി പറയാണ്. എന്താ പറയുന്നത്? ലോകത്തുള്ള എല്ലാ അമുസ്ലിമീങ്ങളും പറയുന്നത് സമസ്തയുടെ നയമാണ്. അപ്പൊ എന്താ? ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ സമസ്തയുടെ ആളുകളായ സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നത്. ഒന്നെന്താ? അല്ലാഹു തആല ഒരുവനാകുന്നു, അല്ലേ? ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ട്. രണ്ടാമത്തേത് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. നോക്കണം നിങ്ങൾ, കഴിഞ്ഞില്ല. അല്ലാഹുവിന് മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും കാഫിറുകളും അമുസ്ലിമീങ്ങളും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്നാണ് കഥയില്ലാത്ത മൗലവി. സഹോദരന്മാരെ, അയാൾ താടിയിലുള്ള രോമത്തിന്റെ അത്ര എണ്ണമെങ്കിലും അയാൾക്ക് വെളിവുണ്ടെങ്കിൽ ഈ വിഡ്ഢിത്തം അയാൾ പറയുമോ? അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, കിതാബുകളെ കുറിച്ചുള്ള വിശ്വാസം, ഖിയാമത്ത് നാൾ കൊണ്ടുള്ള വിശ്വാസം, ഇതൊക്കെ വെച്ച് പുലർത്തുന്ന സമസ്തയുടെ കീഴിലുള്ള അഹ്ലുസുന്നയുടെ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ പോലെയാണ് ആര്? കേരളത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും, ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഈ വിശ്വാസമാകുന്നു എന്ന കാര്യം സഹോദരങ്ങളെ മുജാഹിദുകളെ മുന്നിൽ നിർത്തി പറയുമ്പോ
ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ ഒരൊറ്റ മുജാഹിദെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞോ മൗലവിങ്ങളാ പറഞ്ഞത് ശരിയല്ല? എന്താ ലോകത്തുള്ള സമസ്തക്കാര്, കേരളത്തിലെ സമസ്തക്കാർ, എല്ലാ സമസ്തയുടെ ആളുകളും സുന്നികളായ ആളുകളും ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും പോലെയാകുന്നു, ആ വിശ്വാസമാണ് ഇവർക്കുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലോ. കാരണം അത് തമ്മിൽ കുറെ ഡിഫറൻസിന്റെ വ്യത്യാസമുണ്ട്. ഒരൊറ്റ മുജാഹിദെങ്കിലും പറഞ്ഞില്ല. ഈ വലിയ മൂത്ത മുജാഹിദ് ഇങ്ങനെ പറഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന സാധു മുജാഹിദ് താടിമീൻ തടവിട്ട് ഇങ്ങനെ ഞങ്ങളെ മൗലവിന്റെ ഒരു വിവരം, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വിശ്വാസമുള്ള ഇയാൾ പറഞ്ഞത് ഭയങ്കര വിവരം തന്നെ. ആ താടിമൊന്നിങ്ങനെ തടവും. ഒരു കഥയുമില്ലാത്ത സാധു ജനങ്ങൾ, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. നമുക്ക് അവരോട് കുറ്റപ്പെടുത്താനില്ല, അവർ വിവരമില്ലാത്തവരാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, നമ്മളെ ഇന്നലെ പിന്നാലെ നമ്മളെ കൂടെ സ്കൂളിലും മദ്രസയിലും പഠിച്ചിരുന്ന ആളുകൾ ഒരു കാലത്ത് സുപ്രഭാതത്തിൽ നേരം പെടുത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് താടിയും തൊപ്പറയും ഒക്കെ പാടാ ഭയങ്കര സംഗതി. ഞാൻ ഖുർആനും സുന്നത്തുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മളെ മുമ്പിൽ വിലപ്പോവോ? സഹോദരന്മാരെ, അവർ സാധുക്കളാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. കഥയില്ലാത്തത് കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളായ ആ ആളുകളെ പോലെയാകുന്നു എന്ന് പറയാൻ കേരളത്തിലെ മുജാഹിദുകൾ ആർജവം കാണിച്ചു എന്നതാണ് കഴിഞ്ഞ 90 വർഷക്കാലം മുജാഹിദ് പ്രവർത്തിച്ച് കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞില്ല, ഒരു കാര്യവും കൂടി അവർ പറഞ്ഞു. അതെന്താ? മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാൻ അവർകൾ ബിംബമാകുന്നു, വിഗ്രഹമാകുന്നു. ഇത് പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള പ്രസ്ഥാനം കേരളത്തിലെ മുജാഹിദുകളാണ്. അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു വിപ്ലവമാണത്. എന്ത്? മമ്പുറത്തെ തങ്ങൾ ബിംബമാകുന്നു, വിഗ്രഹമാകുന്നു. അവിടെ സിയാറത്തിന് പോകുന്ന സുന്നികൾ അവർ വിഗ്രഹ ആരാധകരാകുന്നു, ബിംബാരാധകരാകുന്നു. കേരളത്തിലെ മുജാഹിദ് പറഞ്ഞിട്ടുള്ള, അവരിവിടെ കാണിച്ചിട്ടുള്ള, നടത്തിയിട്ടുള്ള നവോത്ഥാനമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒരു മൗലവി പറയുന്നത് കേട്ടോളൂ, നിങ്ങൾ വെച്ചു കൊടുക്ക്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ആ മൗലവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടോളൂ. അയാൾ പറയട്ടെ. ആകും. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടില്ല നിങ്ങൾ? മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാണ്, അവരെയാണ് ആരാധിക്കുന്നത്. സുന്നികൾ സാക്ഷാൽ വിഗ്രഹ ആരാധകരാകുന്നു. കേരളത്തിലെ മുജാഹിദുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശമാണ്. ഇതാണ് അവർ ചെയ്ത കഴിഞ്ഞ 90 വർഷക്കാലം ചെയ്ത നവോത്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞില്ല സഹോദരന്മാരെ. മുജാഹിദുകൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? കേരളത്തിലെ സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു. സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു. അവർ ചെയ്ത നവോത്ഥാനാണ്. ക്രിസ്ത്യാനികളായ ആളുകളെ പോലെയാണ് കേരളത്തിലെ സുന്നികൾ എന്ന് മുജാഹിദ് മൗലവി പറയുന്നു. എന്ന് കേട്ടോളൂ, അന്ന് വെച്ചുകൊടുത്ത. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. കണ്ടോ? ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒന്നാകുന്നു. സഹോദരന്മാര് ചിന്തിക്കണം. ക്രിസ്ത്യാനികളെ പോലെയാണ് സുന്നികൾ എന്ന് കേരളത്തിലെ മുജാഹിദുകൾ. നിങ്ങൾ നോക്കണം, അവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനാണിത്. ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശദീകരിക്കാൻ സമയം വൈകുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മുജാഹിദ് അനുയായികളെ വിളിച്ച് നേതാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നിരീശ്വരവാദി ആയാലും ശരി, സുന്നിയാകരുത്. നിരീശ്വരവാദി എന്ന് പറഞ്ഞ എന്താ? അള്ളാഹു ഇല്ല, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിന് നിങ്ങൾ പെട്ടോളൂ, എന്നാലും ശരി സുന്നിയാകാൻ പാടില്ല. മുജാഹിദ് നേതാവ് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ അനുയായികളെ വിളിച്ചു പറയുന്നു. വെച്ചുകൊടുത്ത. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. APK സുന്നി, രണ്ട് സുന്നി ആയാലും കണക്കാണ്. അതിന്റെ പേരിൽ ഇനി മാറിക്കണ്ട, അടുത്തേക്ക് നിന്നോളി. ആരും അതിന്റെ പേരിൽ കുറ്റിപ്പൊന്തയിൽ നിൽക്കണ്ട. അടുത്തേക്ക് നിന്നിട്ട് നിങ്ങളും മുശ്രിക്കാന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ പേരിലൊന്നും നമ്മൾ മാറണ്ട. AP ഗ്രൂപ്പ് മുശ്രിക്കാണ്, EK ഗ്രൂപ്പ് മുശ്രിക്ക് തന്നെയാണ്. മുജാഹിദിന് രണ്ട് ഗ്രൂപ്പും കണക്കാണ്. വെറുതെ പിന്നെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ അടുത്തേക്ക് സ്ഥലം നിന്ന് നിർത്താൻ ഒരു കൂടി അടുത്തേക്ക് എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കണം. പറയട്ടെ. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല.
മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കാം സുന്നിയായാൽ. സുന്നി ആയാൽ രണ്ട് ശിക്ഷയാണ്, ഒന്ന് കാഫിറിന്റെ ശിക്ഷ, മറ്റൊന്ന് മുശ്രിക്കിന്റെ ശിക്ഷ. സുന്നി ആയാൽ രണ്ട് ശിക്ഷ, നിരീശ്വരവാദിയായ ഒരു ശിക്ഷയുള്ളൂ. അതുകൊണ്ട് നിരീശ്വരവാദിയായാലും ശരി നിങ്ങൾ സുന്നിയാകരുതേ. മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. ഇതാണ് ഇവർ പറയുന്ന തൗഹീദ്. ഇത് ഇസ്ലാമാണോ? ഇവിടെ ചിന്തിക്കുന്ന ആളുകളില്ലേ സഹോദരന്മാരെ? വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുക, കാഫിറാക്കുക എന്നതാണ് കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാനം. മാത്രമല്ല, മുസ്ലിമീങ്ങളെല്ലാം കൂടി മുശ്രിക്കും കാഫിറുമാക്കുമ്പോ സ്വാഭാവികമായ ഒരു പ്രശ്നം വരും. എന്താ? വിശാലമായ സ്വർഗത്തിൽ ആളില്ലാത്തൊരു പ്രശ്നം വരും. അപ്പൊ മുജാഹിദുകൾ എന്തു ചെയ്യും? അതിന് കാഫിറുകളായ ആളുകളൊക്കെ മുസ്ലിമായി പ്രഖ്യാപിക്കും. അതല്ലേ രസം? കേട്ടോളൂ, അബൂജഹലിനെ കുറിച്ച്, അബൂലഹബിനെ കുറിച്ച് മുജാഹിദ് പറയുന്നത് എന്താ? അൽഹാജ് അബൂജഹൽ എന്ന. അൽഹാജ് അബൂജഹൽ, അൽഹാജ് വലീദ് ബിൻ മുഗീറ. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളായ ലീഡർമാരെ മുഴുവനും ആജിയാക്കി പ്രഖ്യാപിക്കും. ഒന്ന് വെച്ചു കൊടുത്താൽ നിങ്ങൾ കേൾക്കണം എന്താ ഇവർ പഠിപ്പിക്കുന്ന തൗഹീദ്. അൽഹാജി അബൂജഹൽ, അൽഹാജി അബൂലഹബ്, അൽഹാജി വലീദ് ഇബ്നു മുഗീറ, അൽഹാജി അബൂജഹൽ, അൽഹാജി അബൂലഹബ്, അൽഹാജി വലീദ് ഇബ്നു മുഗീറ. മക്കയിലെ മുശ്രിക്കുകളെ ലീഡർമാരായി ഇവരൊക്കെ. ആര്? അബൂജഹലും അബൂലഹബും. ഇവരൊക്കെ ഹാജിമാരാകുന്നു. അൽഹാജ് അബൂജഹൽ. എങ്ങനെയുണ്ട്? മുജാഹിദിലെ ഹാജിമാരെ മാതിരിക്കാരം. അല്ലാതെ എങ്ങനെ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന രൂപമാണ്. എന്തിന് മക്കയിലേക്ക് പോകണം? കേരളത്തെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോളൂ. കേരളത്തെ കുറിച്ച് മുജാഹിദുകൾ പറയുന്നത് എന്താ? കേരളത്തിലെ അമുസ്ലിമീങ്ങളായ ബാലനും രാമനും ഒക്കെ മുസ്ലിമാകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പുതിയ തൗഹീദ്? നമ്മുടെ നാട്ടിലെ അമുസ്ലിമീങ്ങൾ അവർക്കറിയാം. ഈ നാട്ടിലെ ബാലനും രാമനുമായ അമുസ്ലിം സഹോദരന്മാർ അവർക്കറിയാം അവർ അമുസ്ലിങ്ങളാണെന്ന് നമുക്കും അറിയാം. എന്നാ മുജാഹിദ് പറയുന്നത് എന്താ? അവരൊക്കെ മുസ്ലിങ്ങളാകുന്നു. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഇവിടെ വന്ന മൗലവിയുടെ തൗഹീദ് വിവരമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഒന്ന് വെച്ചുകൊടുത്താ. എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ? കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പോഴറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പൊ അയാൾ കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തവരെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആള് കാഫിർ. പിന്നെ ആരാ മുസ്ലിം? രാമനും ബാലനും മുസ്ലിമുമാകുന്നു. അപ്പൊ മുജാഹിദിന്റെ പ്രവർത്തനത്തിന്റെ നേട്ടാണ്. 90 വർഷം ഇവർ പ്രവർത്തിച്ച് നേടിയെടുത്ത നവോത്ഥാനാണിത്. എന്ത്? നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ്. താടിയും തലപ്പാവുള്ള ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ കാഫിറുമാകുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. ഇവർ പഠിപ്പിക്കുന്ന തൗഹീദാണിത്. ഇത് ഒരു സ്ഥലത്തുനിന്നല്ല, മറ്റൊരു സ്ഥലത്തുനിന്ന് ഇയാൾ പറയുന്നത് എന്താ? യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു. മുജാഹിദും കൂടി യഥാർത്ഥ മുസ്ലിം അല്ല. കേട്ടോളൂ ആള് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്നൊരു ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമായി. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ തൗഹീദ്?
മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്നൊരു സുന്നി പറഞ്ഞ മുസ്ലിം പറഞ്ഞ അയാൾ കാഫിറുമാകുന്നു. അപ്പൊ യഥാർത്ഥ മുസ്ലിമാരാ ഒരു ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ, നല്ല മഴക്കാലം വരാൻ പോവാണ്, ശക്തമായൊരു ഇടികെട്ടി പൊട്ടി, ഒരു മിന്നൽ പിണർ, അയാൾ അറിയാതെ ഹിന്ദു സഹോദരൻ പറഞ്ഞു, ബാലേട്ടൻ പറഞ്ഞു ദൈവമേ രക്ഷിക്കണേ, അതോടുകൂടി അയാൾ യഥാർത്ഥ മുസ്ലിമായി. ഏതാത് തൗഹീദ്, ഏത് ഖുർആനിലാ അത് പറഞ്ഞത്, ഏത് സുന്നത്തിലാ ഈ പറഞ്ഞത്? താടിയുടെ നീളം 1.5 മീറ്റർ ആയിട്ട് കാര്യമുണ്ടോ? കഥയില്ലാതല്ലേ മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 90 വർഷക്കാലം മുജാഹിദ് ചെയ്ത നവോത്ഥാനത്തിന്റെ രൂപമാണിത്. സഹോദരന്മാരെ, ഇത് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ആളുകളെയും കേൾപ്പിച്ചപ്പോ ജനങ്ങൾക്ക് ഇത് ബോധിച്ചു. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. അതെന്താണെന്നറിയോ? ബാലുശ്ശേരി എന്നെ ആ സങ്കടം പറയുന്നത് കേൾപ്പിച്ചു തരാം. മൂപ്പര് നാട്ടിന്റെ അടുത്ത്, മൂപ്പര് താമസിക്കുന്നത് ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ്, ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ്. മുജാഹിദിന്റെ വലിയ നേതാക്കൾ കൂടിയിട്ട് അയാൾക്ക് ഒരു സ്വന്തം വീടും പറമ്പും വലിയൊരു വീടും കൂറ്റം വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇയാളെ. എന്നിട്ട് അയാൾ അങ്ങനെ പല ഭാഗത്തും കയറൂരി ഇവിടെ, എന്നിട്ട് അവിടെ അങ്ങനെ പറയാം, കുറച്ച് അപ്പുറത്ത് പോകുക അപ്പുറത്ത് പോകുക അപ്പുറത്ത് പോകുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മൂപ്പര് പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് അങ്ങനെ പ്രസംഗിക്കുകയാണ്. അയാൾ ഒരു ദിവസം അയാളുടെ വീട്ടിന്റെ അടുത്ത് 2-3 ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, കുട്ടികൾ, ചെറിയ കുട്ടികൾ, ദർസിൽ പഠിക്കുന്ന, അതുപോലെ പ്രായത്തിലുള്ള കുട്ടികൾ, അതുപോലെ ചെറിയ മക്കളാണ്. ആ കുട്ടികളെ കണ്ടപ്പോൾ മൂപ്പർക്ക് ഒരു കമ്പം. കുട്ടികളോട് പറഞ്ഞു അസ്സലാമു അലൈക്കും മോനെ എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളാണ്, സ്കൂൾ പോകുന്ന കുട്ടികൾ. അപ്പൊ ആ കുട്ടികൾ ഇയാളെ നേർക്ക് കയർത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ സലാം പറഞ്ഞു. ആർക്ക് വേണം എന്റെ സലാം? ബാലനോട് സലാം പറഞ്ഞോ, രാമനോട് സലാം പറഞ്ഞോ, ഞങ്ങൾക്ക് എന്റെ സലാം വേണ്ട എന്ന് കുട്ടികൾ ഇയാളുടെ മുഖത്ത് നോക്കി ആർജവത്വത്തോടെ അങ്ങോട്ട് പറഞ്ഞപ്പോ ഇയാൾ സ്തംഭിച്ചു പോയി. ഇയാൾ പറഞ്ഞു, നിങ്ങളെ സംസ്കാരം ഇതാണോ, നിങ്ങളെ സ്വഭാവം ഇതാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഭയങ്കര ഫയറിംഗാ. അത് ഞങ്ങളെ കേൾപ്പിച്ചേരാ. പള്ളി ദറസിൽ ദീനു പഠിക്കുന്ന നിങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങൾ വളർത്തുന്ന ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ കണ്ടിട്ട് ഞാൻ ദയവ് ചെയ്ത് ഇവിടുത്തെ സുന്നി സമൂഹത്തോട്, നിങ്ങൾ പള്ളി ദറസിൽ കുട്ടികളെ കൊണ്ടാക്കരുത്. നിങ്ങൾ ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകല്ലേ. പള്ളി ദർശനം കൊണ്ടാക്കുന്നതിൽ മൂപ്പർക്കുള്ള അമർഷാണിത്. പള്ളി ദർശനം കൂടെ കുട്ടികളെ ദീന് പഠിക്കും, ഇവരുടെ ആശയം ശരിയല്ല എന്ന് പറയും. അപ്പൊ അതിനുള്ള അമർഷം കൂടെ മൂപ്പർ സ്നേഹത്തോടെ പറയാണ്, നിങ്ങളെ മക്കളെ ഒന്നും നിങ്ങൾ പള്ളി ദർശനം കൊണ്ടാക്കരുത്. നോക്കുങ്ങൾ എന്താ ഉപദേശം. എന്നിട്ട് പറയട്ടെ മൂപ്പര സങ്കടകരമായ വിവരം. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം, ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞോനല്ലേ ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? പ്രായം മാനിക്കാതെ കുട്ടി മറുപടി പറഞ്ഞു. നോക്കണങ്ങള്, പ്രായം മാനിച്ചിട്ടാണോ മമ്പുറത്തെ തങ്ങള് ബിംബമാണ് എന്ന് പറഞ്ഞപ്പോ ഈ പ്രായം ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? അപ്പോ നീ ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലേ? ഓനെ ചെറിയ പിഞ്ചു പൈതൽ, അതാ ഞങ്ങളുടെ പ്രബോധന പ്രവർത്തനം ഇവിടെ ഉപകരിക്കുന്നുണ്ട്. സാധാരണക്കാർക്കും ചെറിയവർക്കും മുതിർന്നവർക്കും ഒക്കെ ഉപകരിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് പഠിച്ചു തുടങ്ങി. അവര് മുജാഹിദിന്റെ സംസ്ഥാന ലെവലിലുള്ള മൗലവിമാരെ നിർത്തിപ്പൊരിക്കാൻ തുടങ്ങി. നോക്കി നിങ്ങൾ, അങ്ങാടികളിലും തെരുവോരങ്ങളിലും വെച്ച് ചെറിയ പിഞ്ചു പൈതങ്ങളാണ് മുജാഹിദ് മൗലവിമാരെ ചങ്കിന് തറക്കണ ചോദ്യം ചോദിക്കുന്നത്. എടോ, ബാലനോട് പറഞ്ഞു എന്റെ സലാം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ മാത്രം ചെറിയ പിഞ്ചു പൈതങ്ങൾ വളർന്നു. മൂപ്പര സങ്കടം എന്താ? എന്റെ പ്രായം മാനിക്കാതെ കുട്ടി സംസാരിച്ചു എന്നാ. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് അത് ബിംബമാണ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ മൗലവിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? അപ്പൊ മൂപ്പർക്ക് പ്രായവും വിഷയമില്ല, മഹത്വവും വിഷയമില്ല, ഒന്നുമില്ല. മുശ്രിക്ക് കാഫിർ എന്നിങ്ങനെ കൊട്ടക്കണക്കിന് ലോഡ് കണക്കിന് ഇങ്ങനെ തള്ളുമ്പോ ഒരു പ്രയാസമില്ല. ഓന്റെ മുഖത്ത് നോക്കിയിട്ട് അന്റെ സലാം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചിന്തയൊക്കെ ഉണ്ടായത്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് കേരളത്തിലെ മുജാഹിദുകൾ ചെയ്ത നവോത്ഥാനത്തിന്റെ കാര്യം ഇതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. എന്താണത്? മുജാഹിദുകൾ പറയും, കഴിഞ്ഞ 19 വർഷമായി ഞങ്ങൾ പ്രവർത്തിച്ചു നേടിയ ഏറ്റവും വലിയൊരു നേട്ടമാണ്, ഒരു നവോത്ഥാനമാണ്. എന്ത്? കേരളത്തിലെ മുജാഹിദുകൾ അവർ പറയുന്നു, ഇവിടെയുടെ അറബിയിൽ ഉണ്ടായിരുന്ന ഹുത്തുബ, വെള്ളിയാഴ്ചകളിൽ ഉണ്ടായിരുന്ന ഹുത്തുബ അറബിയിൽ ഇങ്ങനെ പറയും. എന്താണ് പറയുന്നത് എന്ന് ആർക്കും തിരിയുന്നില്ല
എന്ന് വലിയ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അത് മലയാളത്തിലാക്കാൻ കഴിഞ്ഞു, അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് നവോത്ഥാനത്തിന്റെ പെരുമ്പറയടിച്ച് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. എന്നാ നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 40 കൊല്ലക്കാലം മുജാഹിദ് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങി. ഖുതുബ എന്ന് പറയുന്നില്ല, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന ഖുതുബക്ക് സമാനമായ ഒരു അണ്ടി ഖുതുബ എന്ന് വേണമെങ്കിൽ പറയാം. അത് പറയാൻ തുടങ്ങി മലയാളത്തിൽ, തരം താഴ്ന്ന പ്രസംഗം. അന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു, ശരിയല്ല, ആ ഖുതുബ ശരിയല്ല, അതിൽ പങ്കെടുക്കരുത്, ആ ജുമുഅയല്ല. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു സമസ്തയുടെ 60ാം വാർഷികത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു, എടോ നിന്റെ ഖുതുബ ഖുതുബയല്ല, നിന്റെ ജുമുഅയല്ല, അത് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ന് പ്രഖ്യാപിച്ചു. അല്ലേ, നമുക്കറിയാം. എന്നാൽ ഇന്നിപ്പോ മുജാഹിദുകൾ തന്നെ ഖുതുബ മലയാളത്തിലാക്കിയതിന്റെ പേരിൽ വേദനിക്കുന്നു എന്ന് മാത്രമല്ല, അവർ കൂട്ടിപ്പിടിച്ച് കരയാണ്. എന്തേ കാര്യം എന്നറിയോ? വെള്ളിയാഴ്ച ജുമുഅത്തേക്ക് സുന്നികളെ പള്ളിയിൽ അറബിയിൽ ഖുതുബ ഓതുന്നു, അവിടെയുള്ള സുന്നികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, അവർക്കൊന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന മുജാഹിദുകൾ ഇപ്പൊ ചെയ്യണത് എന്താ? മലയാളത്തിൽ ഖുതുബ ഓതി ഓതി അത് കേട്ട് ആളുകൾക്ക് ഈ ആവർത്തന വിരസത കൊണ്ട് ഇപ്പോൾ എന്തുണ്ടാകുന്നു? മുജാഹിദ് പള്ളിയിലെ ഖുതുബക്ക് വരുന്ന സർവ്വ മുജാഹിദുകളും പള്ളിയിൽ ഇരുന്ന് ഉറങ്ങുകയാകുന്നു. ഞാൻ പറയല്ല, മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ് കെ സക്കരിയ സലാഹി, അയാൾ മുജാഹിദുകളെ മാത്രം വിളിച്ച് സ്വകാര്യം പറയുന്ന ഒരു പ്രഭാഷണമാണ്, അതിന്റെ ഭാഗമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അയാൾ പറയുന്നത് എന്താ? മുജാഹിദ് പള്ളിയിലെ ഖുതുബയുടെ അവസ്ഥ എന്താ ഇന്നിപ്പോന്നറിയോ നിങ്ങൾ? നമ്മളെ പള്ളിയിലേക്ക് നോക്കിയാല് വയസ്സനായന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരിയാണ്. വയസ്സനായന്റെ തൊള്ളിയിൽ അവിടെ ഒരു പല്ല്, ഇവിടെ ഒരു പല്ല്, അപ്പുറത്തൊരു പല്ല്, ഇങ്ങനെ 2-3 പല്ല് ഉണ്ടാവുള്ളൂ. എന്നതുപോലെയാണ് നമ്മളെ പള്ളിയിലെ ഖുതുബ. ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാ അവിടെ ഒരാള്, ഇവിടെ ഒരാള്, 2-3 ആളല്ലാതെ ഒറ്റ മുജാഹിദും ഖുതുബക്ക് വരുന്നില്ല. കേട്ടോളൂ, സക്കരിയ സലാഹി പറയുന്നു, കേട്ടോളൂ. നിങ്ങൾ നോക്ക്, ജുമുഅന്റെ കാര്യം. ജുമുഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോർത്ത കൂലി, പശുവിന് അറുത്തോർത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുതുബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിലേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള്, 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വലിയ മുജാഹിദീങ്ങള് ഖുതുബ പകുതിയായി, ഖുതുബ തീരാ 2ാം ഖുതുബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല, ഉറപ്പല്ലേ? മുജാഹിദിന്റെ ഖുതുബന്റെ അവസ്ഥ, മലയാളത്തിലുള്ള ഖുതുബന്റെ അവസ്ഥയാണിത്. ഇനി ഈ വേസന്നായിന്റെ തൊള്ളിയിൽ വേണ്ട 4 ആളാ വരുന്നത്. വന്നോലെ സ്ഥിതി എന്താ? സുബ്ഹാനല്ലാഹ്, അത് ഇയാള് സങ്കടപ്പെടുകയാണ്. ഇനി വന്നോലൻ എന്താ കാണിക്കുന്നത്? അവിടെ വന്ന് ഉറങ്ങാത്രേ. സാധാ ഉറക്കൊന്നല്ല, ഉറക്കം വലിച്ചുറങ്ങാണ്. ഈ ഉറക്കത്തിൽ നിന്ന് പോലെ കഴിച്ചിലാക്കണമെങ്കിൽ മുജാഹിദിനെ ഹൗദ് കൊണ്ടുവരേണ്ടിയിരുന്നു. ഇയാള് പറയാ മുജാഹിദിന്റെ നവോത്ഥാനാണിത്. കഴിഞ്ഞ 90-80 ഇല്ല, 80 ഇല്ല, ഖുതുബ മലയാളത്തിലാക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. മുജാഹിദ് ഇങ്ങനെ കാലത്തിനനുസരിച്ച് ദീനിനെ അങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന നവോത്ഥാനം, അതിന്റെ ശേഷം ഉണ്ടായ വിപ്ലവാണിത്. കേട്ടോളൂ, മുജാഹിദ് മൗലവി എന്നെ പറയട്ടെ, വെച്ചുകൊടുക്കേ. വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ ഇട്ടിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി, ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവിയാലും വേണ്ട, ആചാരാലും വേണ്ട, ഞാൻ ഉണർത്തും. അതാ അപ്പൊ ഇയാള് ഖുതുബ ഓതുന്ന നേരത്ത് ആരെങ്കിലും ഉറങ്ങാണെങ്കിൽ മൂപ്പര് വന്ന് ഉണർത്തും. അപ്പൊ എന്താ ഇത് ഖുതുബ അല്ലേ ഇത് പരിപാടി? എന്താ ഫുട്ബോളാ? അവിടുന്ന് വന്ന് ഇവിടെ ഉണർത്തുന്ന പറഞ്ഞാൽ എന്താ ഈ കാണുന്നത്? എന്താ ഈ കേൾക്കണ്? എന്റെ മുമ്പിൽ ഉറങ്ങിയാലൊക്കെ ഞാൻ ഉണർത്തുന്ന മൂപ്പര് പറയണത്. കഴിഞ്ഞിട്ടില്ല, ബാക്കി പറയട്ടെ. ഖുതുബനെ അവഹേളിക്കലല്ലേ അത്? മിമ്പർമ കയറിയവൻ ആരാകട്ടെ ജുമുഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ വെള്ളിയാഴ്ച ഇരുന്ന് ഉറങ്ങണ ചിലപ്പോൾ എടുത്താൽ ഔന്ന് കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അപ്പൊ എന്തുറക്ക നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഹൗന്ന് കൊണ്ടുപോകണമെങ്കിലുള്ള ഉറക്കം എന്താ നിങ്ങൾ ചിന്തിച്ചു? നമ്മളെ പള്ളിയിലും ചിലപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഉറക്കൊഴിച്ചപ്പോ ആളുകൾ ഉണ്ടെങ്കിൽ ഖുതുബക്ക് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഖുതുബക്ക് ഇരിക്കുന്ന നേരത്തെ ചിലപ്പോൾ അറിയാതെ കണ്ണൊക്കെ നീമ്പിപ്പോവും. അപ്പൊ ഒന്നും അറിയാതെ ഞെട്ടിച്ചാടും, പിന്നെ നമ്മൾ ശ്രദ്ധിക്കും. ഇത് ഇവരെ ഉറക്കം അങ്ങനെയല്ല. മുജാഹിദ് പള്ളിയിലേക്ക് ഉറങ്ങാനായിട്ട് വരോ പെരു ഉറക്കം, എന്നിട്ടോ ഇന്ന് ഉണരണമെങ്കിൽ കൊണ്ടുപോയി ഹൗന്ന് കൊണ്ടുപോയിടേണ്ടി വരും. എന്തിനാ നവോത്ഥാനാണ് ഇവര് ചെയ്തത്? മുജാഹിദ് കഴിഞ്ഞ 80 അല്ലെങ്കിൽ 40 കൊല്ലക്കാലം ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ കോലാണിത്. മുജാഹിദ് പള്ളിയിൽ ഖുതുബക്ക് പോണതാരാന്നറിയോ? ഞാൻ പറഞ്ഞില്ല, സക്കരിയ എന്നെ പറയുന്നു. എൻട്രൻസ് തോറ്റ ആളാത്ര ഖുതുബക്കോല്. എൻട്രൻസ് MBBSന്റെ എൻട്രൻസ് അല്ല, SSLC കഴിഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ അഫ്ളുൽ ഉലൂമിന്റെ ഏറ്റവും താഴെ പടിയിലുള്ള ഒരു എൻട്രൻസ് ഉണ്ട്, അതായത് SSLCക്ക് സമാനമായിട്ടൊരു കോഴ്സാണ്.
അതിലൊക്കെ അതിലും തോറ്റ ആളാത്ര പോലെ ഖതീബായിട്ട് വരുന്നത്. എന്താ നമ്മളെ 7ാം ക്ലാസ് മദ്രസിന്റെ അത്രയും കൂടി ക്വാളിഫിക്കേഷൻ ഉണ്ടാവൂല. ഞാൻ പറയല്ല, അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുതുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യ കൊക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. അവർക്കിത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചുകൂടും എല്ലാ മുജാഹിദീങ്ങളും ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഖുത്ബ നടത്താൻ തുടങ്ങിയാൽ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കുറച്ച് തീവ്രവാദിയാണ്, ഇയാളെ ശരിയാവില്ല. നമുക്ക് വലിയ കുസു അയാൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ നോക്കും. അയാൾ അനുജൻ എങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോൻ എങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? എന്താ പ്രശ്നം? ഇയാൾ നാട്ടിൽ ഖുത്ബ പറഞ്ഞു എന്നുള്ളതാണ്. ഖുത്ബ പറഞ്ഞു എന്റെ പെങ്ങൾക്കോ ഖുത്ബ പറഞ്ഞു എന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന്? ഇവിടെ ഖുത്ബ പറഞ്ഞിന്. വേറൊരു ആരാപ്പത് മുജാഹിദീങ്ങളെ കാര്യം പറയണത്. അവസ്ഥയാണിത് സഹോദരന്മാരെ. ഇങ്ങനെ മുജാഹിദിന്റെ ഖുത്ബ കൊണ്ട് നവോത്ഥാനമല്ല ഉണ്ടായിട്ടുള്ളത്. ആളുകളെ ഉറക്കത്തിലേക്ക്, സാധാ ഉറക്കല്ല, കൂർക്കം വലിച്ചുറക്കുന്ന ഉറക്കത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു എന്നതാണ് മുജാഹിദുകൾ ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാനം. കഴിഞ്ഞോ? ഇനി മുജാഹിദ് ആ ഖുത്ബക്ക് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ സ്ഥിതി എന്താ? സുബ്ഹാനല്ലാഹ് സഹോദരന്മാരെ, പറയാൻ സമയമില്ല. മുജാഹിദ് കഴിഞ്ഞ 10-70 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് മുജാഹിദിന്റെ അനുയായികൾക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് അനിവാര്യമായ കാര്യമാണല്ലോ ഉളു ഉണ്ടാക്കുക എന്നുള്ളത്. ഉളു ഉണ്ടാക്കുന്നത് വരെ എങ്ങനെയെന്ന് അറിയില്ല എന്നാ മുജാഹിദ് നേതാവ് പറയാ. ഉളു എടുക്കണ കോലം നമ്മളെ ആൾക്കാരെ കോലങ്ങൾ അറിയണം. ആ കോലം മൂപ്പരനെ കാണിക്കട്ടെ, വെച്ചു കൊടുത്താ. ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഒന്നുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഒന്നിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞുണ്ടോ പൈപ്പിന്റെ ഓട്ടില് ഭർത്താൻ എങ്ങനെ പറയണ്ടാവും? ഇതിപ്പോ എത്ര വട്ടാ? ഇതിപ്പോ എത്ര വട്ടാ? ഇത് 3 വട്ടായ. അങ്ങനെയെങ്കിലും കേൾക്കണം എന്ന് പറഞ്ഞാ റസൂലിന് കാലികലെങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായി വലത്തെ കാല് ചെയ്യുക, ഇടത്തെ കാല് ചെയ്യുക, ഇടത് കൈ കൊണ്ട് പിടിച്ചു കഴിയുക, ഒന്നുമില്ല. ഒന്നുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതിന്റെ പറയാ ഒരു ദിവസം വേറെ വേണ്ടി. ഞങ്ങളെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് 2 ദിവസം ആകാൻ വേണ്ടി. എന്താ പ്രകാരം ഖുർആന്റെ സുന്നത്തിന്റെ നടുക്കണ്ടങ്ങളായി രംഗത്ത് വന്ന നവോത്ഥാനത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉളു എടുക്കാൻ വരെ കഴിയില്ല. നേതാവ് പറയണത് ഇവർക്ക് വേറെ വല്ല പടി നോക്കിക്കൂടെ? ഒരു ഉളു എടുക്കാൻ വരെ അറിയില്ല. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കറിയോ? അത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്കറിയോ അവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ഇയാൾ പറയുന്നു മുജാഹിദിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ. ഇയാൾ പറയാ മൂത്രം കുടിച്ച മാതിരി മേലെ നോക്കിയിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കല്. എന്താ അവസ്ഥ ഉണ്ടാവും? ഞാൻ പറയല്ല, അയാൾ പറയുന്നു. വെച്ചു കൊടുത്താ 3. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്ന നിൽക്കാരം നോക്കണം. നിങ്ങള് ഇങ്ങനെയൊക്കെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂത്രം കുടിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിക്ക. ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി നിന്നിട്ട് തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യെട്ടിന്റെ കാര്യം അതെന്താ കൂടി പറയട്ടെ. കാരണം കയ്യെട്ടലുണ്ടല്ലോ. മുസ്ലിമീകളായ ആളുകൾ നമ്മളൊക്കെ കയ്യെട്ടൽ ഇങ്ങനെ ലോകത്ത് 4 മദ്ഹബിലും കൈ കെട്ടുന്നതിൽ 2 വീക്ഷണമുള്ളത്. ഒന്നേതാ? ഒന്ന് നെഞ്ചിന്റെ താഴെ പൊക്കളിന്റെ മീതെ ഇങ്ങനെ കെട്ടുക, നമ്മളൊക്കെ കെട്ടുന്ന മാതിരി. ഷാഫി ഹംബലി മദ്ഹബുകാർക്ക് അങ്ങനെയാണ്. അതുപോലെ മറ്റൊരു വീക്ഷണം എന്താന്ന് വെച്ചാൽ പൊക്കളിന്റെ താഴെ ഹനഫി വീക്ഷണം അങ്ങനെയാണ്. മാലിക്കി മദ്ഹബിലെ ഒരു വീക്ഷണം 2 വത്തും കെട്ടാതെ എങ്ങനെ നിർത്തുക. ഇതല്ലാതെ നെഞ്ചത്ത് കൈവെട്ടി വെക്കുക എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അത് മഹാത്മാക്കളായ പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു. ആ അഭിപ്രായം മുസ്ലിമീങ്ങളുടെ എല്ലാ മദ്ഹബിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ അഭിപ്രായമാണ് നെഞ്ചത്ത് കൈവെട്ടി വെക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു മദ്ഹബിലുമില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, അതിനുവേണ്ടി മുജാഹിദുകൾ വാശി പിടിച്ച് സുന്നികളുമായി വാദപ്രതിവാദം ചെയ്തു.
എന്നിട്ട് ആ വാദപ്രതിവാദമൊക്കെ തോറ്റു, അത് വേറെ കാര്യം. പക്ഷെ ആ വാദപ്രതിവാദം ചെയ്ത കൂട്ടരായ മുജാഹിദുകൾ ഇപ്പൊ അയാൾ പറയാണ്, ഇന്നിപ്പോ നമ്മളെ അവസ്ഥ എന്താ, നെഞ്ചത്ത് കൈവെട്ടണമെന്ന് നമ്മളെ വെക്കണമെന്ന് ആൾക്കാരോട് പറഞ്ഞ് ഇപ്പൊ ഇന്ന് നമ്മളെ വലിയ മുജാഹിദുകളൊക്കെ ആകുന്ന എന്താ, കൈ കെട്ടു, അല്ലാഹു അക്ബർ കെട്ടു, അങ്ങനെ പോന്ന് ഇവിടെ സുന്നികളെ വാരി പൊക്കലിന്റെ അവിടെ എത്തിക്കണ്. നോക്കിങ്ങള്, നമ്മളെ പ്രഭാഷണം കൊണ്ട് കാര്യണ്ടേ, ഞങ്ങളെ ഈ മുഖാമുഖങ്ങളെ കൊണ്ടും പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ടും നല്ല നേട്ടമുണ്ട്. സക്കരിയ പറയുന്നത് കേട്ടോളൂ, വെച്ചുകൊടുക്ക. കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിനെ പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് അല്ലേ? എന്താ എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തിൽ ഇഹ്റാം പോലെ ഓരോ വലിയ കേന്നന്മാരും ISMമാരും ഒക്കെ ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാട്ടിനായിരിക്കും. പിന്നെ ഇപ്പൊ MSMമാരെ കാര്യം പറയാണ്ടോ? സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനമില്ല, നമ്മളെ പറ്റി എന്നത്തെ വർത്താനം. നിങ്ങളെ പറ്റി മാത്രം, വേറൊരാളെ പറ്റി ഇവിടെ വർത്താനില്ല, മുജാഹിദിനെ പറ്റി മാത്രം വർത്താനം. മുജാഹിദിന്റെ അവസ്ഥയാണ് നാളെ ഈ പറയുന്നത്. നോക്കി, കഴിഞ്ഞ 80 വർഷക്കാലം മുജാഹിദ് പ്രവർത്തിച്ച നവോത്ഥാനത്തിന്റെ ചെറു ചിത്രമാണിത്. വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ കൈയൊക്കെ കെട്ടി നിസ്കാരം തുടങ്ങി. എന്നാ ഇനി മുജാഹിദിന്റെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, ഇയാള് പറയുന്നു നായ ഓരിടുന്നത് പോലെ ഒരു നിസ്കാരത്തിന്, ഒരു നൃത്തത്തിന് ഒരു 3 തവണയെങ്കിലും കോട്ടാട് മുജാഹിദ് കോട്ടായിടുന്നു നിസ്കാരത്തില്. ഞാൻ പറയല്ല, അയാൾ പറയുന്നത് കേട്ടോളൂ. ഇവരെ നവോത്ഥാനം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള പരിപാടിയാ. അയാൾ പറയുന്നത് കേട്ടോളൂ. സക്കരിയ പറയട്ടെ. നമ്മളാളുകള് അതുവരെ ഒരു കോട്ട നിസ്കരിക്കാൻ ഇങ്ങനെ ഓരിടുന്ന ഒരു റക്കായത്തിന് 3 കോട്ട നോക്കൊണ്ടുകള് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം. അത് ശൈത്താനാണ്. ശൈത്താൻ നിങ്ങളെ നിസ്കാരം പയപ്പിക്കാനായി നബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞല്ല. നായോരുന്ന ഇങ്ങനെ അങ്ങനെ നമ്മളെ ആളുകൾ കോട്ടാവി വന്നാൽ തല ഉരിക്കൂല എന്ന് മാത്രല്ല, കോട്ടാവി ഇങ്ങനെ ആക്കും. 3 വട്ടക്കൽ ഒരു റക്കായത്തിൽ കോട്ടാവി നോക്കിങ്ങള്. അപ്പൊ മുജാഹിദിന്റെ നവോത്ഥാനാണത്. ഖുർആന്റെ സുന്നത്തിന്റെ വലിയ നടുക്കണ്ടങ്ങളായി പ്രവർത്തിച്ച, അതിന്റെ ജീവിക്കുന്ന മാതൃകകളാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച മുജാഹിദിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനത്തിന് കൊണ്ട് കിട്ടിയ നേട്ടത്തിന്റെ ഒരു ചിത്രമാണിത് സഹോദരങ്ങളെ. ഇത് വിശദീകരിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞത് എന്താ? നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന പാടില്ല, അത് വിദഅത്താണ്, അനാചാരമാണ്, നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്. അതിലേറെ നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. മുജാഹിദ് പഠിപ്പിച്ച സിദ്ധാന്ത കേട്ടോളൂ. ഇവിടെ വന്ന മുജാഹിദ് ബാലുശ്ശേരി, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറ്റവും വഷളായ വല്ല കാര്യങ്ങളും പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാം മുജാഹിദ് പ്രസ്ഥാനം ബാലുശ്ശേരിനെ ഏൽപ്പിക്കുക. കാരണം മൂപ്പുറത്തുള്ളക്കൊരു ആന്തോല്യ, അങ്ങോട്ട് പറഞ്ഞോളും. എന്തും പറയാച്ചാലും മൂപ്പരെ ഇറച്ചിമക്കാട് തട്ടൂല, കാരണം തൊലിയുടെ കട്ടി അത്രക്കാണ്. മൂപ്പര് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ് ഏറ്റവും നല്ലത്. ഏതിലേറെ? കൂട്ടുപ്രാർത്ഥന നടത്തലും അതുപോലെ കുനൂത്ത് നടത്തുന്നതിലേറെയും നല്ലത് മുജാഹിദ് ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ അവസ്ഥയാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് മനസ്സിലായില്ലേ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. അപ്പൊ എപ്പോഴാ അത് ഓതല്? നീ സാധൂര് അറിയോ? അറിയില്ല. ആഫീസിൽ നിന്ന് ഒരു ഷീട്ട് കൊടുക്കും, അത് ഇവിടെ കൊടുത്ത് അങ്ങനെ ഛർദ്ദിക്കുന്നല്ലാതെ ഇതിന് എപ്പോഴാ ഓതല്, എന്താ അതിന്റെ പാട്, അതൊന്നും ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് വിഡ്ഢിത്തണ്ടെങ്കിലും അത് വിളമ്പ ഇയാള് ആഫീസിൽ നിന്ന് അധികാരപ്പെടുത്തല്. ഇയാൾ ആ പറഞ്ഞ മാതിരി കൊടുത്താണ് ഛർദ്ദിച്ചോളൂ, അത്രേ ഇയാൾക്ക് അറിയുള്ളൂ. പറഞ്ഞെങ്കിൽ കുനൂത്തിന് കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് എന്താ? നിസ്കാരത്തിന്റെ ശേഷമുള്ള കുനൂത്ത് ഇതാ പറയുന്നത്. സുബഹിന്റെ ശേഷമുള്ള കുനൂത്ത് പറയട്ടെ. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? ഗംഭീരമായ പരിപാടികൾ. വ്യഭിചാരവും മോഷണവും അതിലേറെ വലിയ തെറ്റാണ് ഏത്? കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ആരംഭ റസൂലിന്റെ 10 വർഷത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലം യസൽ യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയാ. അല്ലാഹുവിന്റെ റസൂല് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരേക്കും ഖുനൂത്ത് സുബ്ഹി നിസ്കാരത്തിൽ നിർവഹിച്ചിരുന്നു.
18 ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. അതിനെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. എന്ത്? അതിലും നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. ഓർക്കണം നിങ്ങൾ. ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞിരുന്ന മുജാഹിദുകൾ ജനങ്ങളെ കുനൂത്തിൽ നിന്നും കൂട്ടുപ്രാർത്ഥനയിൽ നിന്നും തടഞ്ഞു. എന്നിട്ട് ഇപ്പൊ സങ്കടപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ റബ്ബർ ബന്തെറിഞ്ഞമാര് ഒറ്റ പോക്കാണ്. മൂപ്പര് പറയുന്നു, മുജാഹിദ് നേതാവ് പറയുന്നു വെച്ചുകൊടുത്താൽ അയാൾ സങ്കടപ്പെടുകയാണ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആഉം ഇല്ലാത്തതിൽ അയാൾ പറയുന്നത് കേട്ടോളൂ. സക്കരിയ സലാഹി ആളുകളും പാലിക്കൂല. അതുപോലെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന എന്നല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഓൻ ചെന്നിട്ട് വേണ്ടി വരും പീഡിയയിലെ മറ്റൊരു നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഗോം പോയി മുട്ടട്ട മാതിരി അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഒറ്റ പോക്കാം. ഒരു ദിക്റുമില്ല, സലാത്തുമില്ല. നമ്മൾ മദ്രസയിൽ പഠിക്കാം. മുജാഹിദിന്റെ അവസ്ഥയാണ് ഇപ്പോ. ഒന്നുമില്ല, ലഗോം പോയി മുട്ടട്ടമാര് ഒറ്റ പോക്കാണ്. നോക്കുങ്ങള് മുജാഹിദ് ചെയ്ത നിസ്കാരം ഞാൻ പറയട്ടെ, വിശദീകരിക്കുന്നില്ല. ഇവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. സുന്നികൾ, അഹ്ലു സുന്നയുടെ ഉലമാക്കൾ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞ് പുതിയ ഒരു ഇസ്ലാം ഉണ്ടാക്കിയപ്പോ അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥയാണിത്. എന്നിട്ട് സക്കരിയ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ നിസ്കാരങ്ങാനും അള്ളാന്റെ റസൂല് കണ്ട 25 തവണ നമ്മളെ കൊണ്ട് മടക്കിപ്പിക്കും. നോക്കിങ്ങള്, ഇത് ഞങ്ങളെന്നോ പറയാൻ തുടങ്ങിയതാ. ഞങ്ങൾ 25 കണ്ടില്ല. പക്ഷെ മുജാഹിദ് ഒന്നുകൂടി ഒരു പടി മുന്നിൽ മൂപ്പര് പറഞ്ഞു, മുജാഹിദിന്റെ നിക്കാരൊക്കെ അള്ളാന്റെ റസൂല് കണ്ട 25 തവണ മടക്കി നിക്കരിപ്പിക്കും. ഇതിനാ പ്രവർത്തിക്കണേ. കേട്ടോളൂ, പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കിപ്പിക്കും. അതേ നമ്മൾ നിസ്കാരം പഠിക്കണുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. എന്ത് നല്ല മാർക്ക് രണ്ട വർത്താനം പറഞ്ഞത്. പണ്ട് പഠിച്ച ജഹാലത്ത് അതൊന്നും ഒഴിവാക്കൂല, പുതിയതൊന്നും പഠിക്കൂല. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇതാണ് മുജാഹിദിന്റെ അവസ്ഥ. അവർ കഴിഞ്ഞ കാലത്തുണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ ചെറിയൊരു ചിത്രമാണിത്. ഓരോന്ന് വിശദീകരിക്കുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പൊ നമ്മളെ മുഖാമുഖം നടക്കൂല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തുന്നു. മുജാഹിദ് ഇവിടെ ഏതെല്ലാം വിഷയത്തിൽ തല കൈവച്ചിട്ടുണ്ടോ അതൊക്കെയും 14 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വന്ന ആശയങ്ങൾ ഏതുണ്ടോ അതിനെ തകിടം മറിച്ചുകൊണ്ട്, അതിനെ കുഴിച്ചു മൂടിക്കൊണ്ട് ചെയ്ത പ്രവർത്തനമല്ലാതെ പുതിയ ഒരു കാര്യം അവരിവിടെ നവോത്ഥാനം എന്ന പേരിൽ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. നടത്തിയത് മുഴുവനും ഇസ്ലാമിന്റെ ആദർശങ്ങളെ കുഴിച്ചുമൂടുന്ന, അതിനെ കത്രിവെച്ച് അതിനെ കത്രികക്ക് ഇരയാക്കുന്ന പ്രവർത്തനമല്ലാതെ മുജാഹിദുകൾ ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. മുജാഹിദിന്റെ അവസ്ഥ കാണുമ്പോ ഞാൻ പണ്ടെവിടെയോ വായിച്ച ഗ്രീക്ക് ഇതിഹാസത്തിൽ കുപ്രസിദ്ധനായ ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് പ്രക്രൂസ്തസ് എന്നാണ്. ഒന്നും ചെല്ലാൻ പറ്റിയ സാധനമൊന്നല്ല കേട്ടോ. പ്രക്രൂസ്തസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സഹോദരങ്ങളെ, അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അയാൾ ആ നാട്ടിൽ ആര് വന്നാലും മൂപ്പര് സൽക്കരിച്ചു കൊണ്ടുപോകും. എന്നിട്ടോ ആ നാട്ടിൽ വിരുന്നുകാരായി വന്നവരൊക്കെ വീട്ടിലേക്ക് സൽക്കരിച്ചു കൊണ്ടുപോകും. അയാളെ വീട്ടിൽ ഒരു പ്രൈവറ്റ് റൂമുണ്ട്. ആ റൂമിലുള്ള ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ ഈ വന്നയാളെ കിടത്തും. എന്നിട്ട് എന്തു ചെയ്യും? പ്രക്രൂസ്തസ് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ആ വന്നയാള് ഈ കട്ടിലിന് പാകപ്പെട്ടയാളാണോ? ഫലില്ലാഹിൽ ഹംദ്, അയാൾക്ക് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, സൽക്കാരമുണ്ട്, ഗംഭീരമായ ഊഷ്മളമായ സ്വീകരണമുണ്ട്. പക്ഷേ വന്ന വ്യക്തി കട്ടിലിനേക്കാളും നീളമുള്ള മനുഷ്യരാണെങ്കിൽ പ്രക്രൂസ്തസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? കട്ടിലിന്റെ മേലെ അയാളാണ് കിടത്തും. എന്നിട്ട് ആ കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഭാഗങ്ങൾ വെട്ടി മുറിച്ച് ആ കട്ടിലിന് സമപ്പെടുത്തും. തലയും പോകും, കാലും പോകും. അതൊന്നും പ്രക്രൂസ്തസിന് വിഷയമില്ല. മൂപ്പർക്ക് എന്തുള്ളൂ? വന്നയാള് കട്ടിലിന് പാകപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിരുന്നുകാരന്റെ തലഭാഗം വെട്ടിക്കളയുന്നു, കാലുഭാഗം വെട്ടുന്നു. അപ്പോഴേക്ക് ഇയാളെ റൂഹും റൂഹാനി എവിടെയോ പോയി ഒളിച്ചിട്ടുണ്ടാകും. അതൊന്നും പ്രക്രൂസ്തസിന് വിഷയമല്ല. തന്റെ കട്ടിലിന് പാകപ്പെടണം. ഇനി വന്ന വ്യക്തി കുറിയ മനുഷ്യനാണ്, റഹീമാഷമായുള്ള ചെറിയ മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യാ? പ്രക്രൂസ്തസിന്റെ ശിങ്കിടികളെ വിളിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തും. എന്നിട്ട് ഈ ശിങ്കിടികൾ, ഈ മജ്ജയും മാംസവുമുള്ള ജീവനുള്ള ഈ മനുഷ്യനെ, വിരുന്നുകാരനെ പിടിച്ച് വലിച്ച് നീട്ടി ഈ കട്ടിലിന് പാകപ്പെടുത്തും. ഓൽക്ക് അത്രേ ഉള്ളൂ.
കട്ടിലിന് പാകപ്പെടണം. ഇയാള് മരിച്ചാലും വേടില്ല, ജീവിച്ചാലും വേടില്ല. മജ്ജയും മാംസവുമുള്ള ഈ മനുഷ്യനെ പിടിച്ച് വലിച്ച് നീട്ടി വലിക്കുമ്പോഴേക്ക്, കട്ടിലിന് ഭാഗപ്പെടുത്തുമ്പോഴേക്ക് പടച്ചോനെ ഇയാളെ റോഹ് ഇല്ലിയില്ലോ അതിന്റെ അപ്പുറത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. ആ അവസ്ഥയാണ് സഹോദരന്മാരെ പ്രക്രൂസ്തസ് കുപ്രസിദ്ധനാവാനുള്ള കാരണമെന്ന് ഗ്രീക്ക് ഇതിഹാസത്തിൽ അവർ കുപ്രസിദ്ധി നേടാനുള്ള കാരണമായി ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നതുപോലെയാണ് കേരളത്തിലെ വഹാബിസം, കേരളത്തിലെ മൗദൂദിസം. അവരുടെ സംഘടനയാകുന്ന, അവരുടെ താല്പര്യമാകുന്ന കട്ടിലിന്റെ മുകളിൽ വെച്ച് വലിച്ചു നീട്ടിയും വെട്ടി മുറിച്ചും ഇസ്ലാമിനെ പാകപ്പെടുത്തി എന്നതാണ് മുജാഹിദ് ഇവിടെ കഴിഞ്ഞ 80 കൊല്ലക്കാലം ഇവിടെ ചെയ്തിട്ടുള്ള നേട്ടം എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കി. ഈമാൻ നമുക്ക് വേണമോ, അത് നിലനിൽക്കണമോ, ആഖിറത്തിൽ രക്ഷപ്പെടണമോ, സഹോദരങ്ങളെ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയം അതിൽ അടിയുറച്ച് ജീവിച്ച് മഹാത്മാക്കൾ കാണിച്ചു തന്ന വഴിത്താരയിലും മാർഗത്തിലും ഉറച്ചു നിന്ന് അവരെ പിൻപറ്റി ജീവിച്ചാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സത്യവാന്മാരായ പൂർവീകരുടെ കൂടെ അടിയുറച്ച് ജീവിച്ചാൽ നമുക്ക് വിജയമുണ്ട്, നേട്ടമുണ്ട്, സ്വർഗമുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അതിൽ നിന്ന് വിഘടിച്ചു പോയ ഏത് വിഭാഗമുണ്ടോ അവർ ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ ജീവിച്ചത് കൊണ്ട് കാര്യമായില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, അഹ്ലുസുന്നയല്ലാത്ത ആളുകളൊക്കെ നരകത്തിൽ പോകുമെന്ന് അല്ലാഹു റസൂൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവരുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല. ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, സുന്നിയല്ലാത്ത ആളുകളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കൂല. വലാ സകാത്തൻ, അവരുടെ സകാത്ത് സ്വീകരിക്കൂല. വലാ സൗമൻ, അവരുടെ നോമ്പ് സ്വീകരിക്കൂല. വലാ നുസുകൻ, അവരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. വലാ സർഫൻ വലാ അദിലാ, സുന്നിയല്ലാത്ത ആളുകൾ താടിക്ക് നീളത്തിന് കുറവുണ്ടാവൂല. അവർ പള്ളിയിൽ ഇഴ്തികാവിരിക്കുന്നവരായിരിക്കും, അവർ ഖുർആൻ ഓതുന്നവരായിരിക്കും, നിസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും. പക്ഷേ അവരിൽ നിന്ന് പുണ്യകർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളാരും രാഷ്ട്രീയപരമായി നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം, കോൺഗ്രസ് ആവാം, മാർക്സിസ്റ്റ് പാർട്ടി ആവാം, കേരള കോൺഗ്രസ് ആവാം, PDP, ഏത് പാർട്ടിയാണെങ്കിലും ശരി, ഇസ്ലാമികമായി ആദർശപരമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്നുവോ അവർക്ക് സ്വർഗമുണ്ട്. അവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. അല്ലാത്തവരുടെ ഇബാദത്തുകൾ അല്ലാഹു അസ്വീകാര്യമാക്കുന്നു, സ്വീകരിക്കുന്നില്ല, തള്ളുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും, നമ്മുടെ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അകപ്പെട്ടുപോയ മാറി നിൽക്കുന്നവർക്ക് ഹിദായത്ത് അല്ലാഹു നൽകട്ടെ. അത്തരം ഷെറുകളെ തൊട്ടും പിഴച്ച പ്രസ്ഥാനങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ നാട്ടിലെ നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയും നാട്ടിലെ നാക്കാലികളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വന്നവർക്കുള്ള അവസരമാണ്, ചോദിക്കാവുന്നതാണ്. നല്ലൊരു വൈജ്ഞാനിക പരിപാടിയാണ്. അതനുസരിച്ച് മാന്യമായ ചോദ്യങ്ങൾ, വിജ്ഞാനപ്രദമായ ചോദ്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഈ ശൈലിയിൽ പോകണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് അദ്ദീനു നസിഹ എന്നാണല്ലോ പറഞ്ഞത്. നസീഹത്താണല്ലോ. ഇവിടെ നിങ്ങളിപ്പോ ഈ ആളുകളൊക്കെ ഇങ്ങനെ കുറെ ക്ലിപ്പിട്ട് ചിരിപ്പിച്ചു എന്നല്ലാതെ നാളെ മൈസറയിൽ ഇവരൊക്കെ വരില്ല. ഉസ്താദ് ഇവിടെ ഈ ക്ലിപ്പിട്ട് കാണി ചിരിപ്പിക്കുന്ന നേരത്തെ അൽ ഹാജ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഒന്ന് മുജാഹിദ് ബാഷറിനെ കുറിച്ചിട്ട് എന്താണ് വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവിടെ ഹജ്ജ് നടക്കുന്നില്ലേ? ഇബ്രാഹിം നബിയുടെ കാലം മുതൽ അവിടെ ഹജ്ജ് നടക്കുന്നില്ലേ? ആ അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് അൽ ഹാജ് എന്ന് ഉപയോഗിച്ചതാണ്. എന്താ അവര് ഹജ്ജ് ചെയ്തിട്ടില്ലേ? അവര് തൽബിയത്ത് സ്വഹീഹ് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടില്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തുടങ്ങിയ തൽബിയത്ത് എന്തിനെങ്ങനെ ചിരിപ്പിക്കുന്ന ആളുകളെ അപ്പുറപ്പുറം കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തൂടെ? നാളെ മൈസൂരിൽ വരണ്ടേ? ഇവരൊക്കെ നിങ്ങളെ മുന്നിൽ നിങ്ങൾ ദീന് കേൾക്കാൻ വേണ്ടി വന്നവരാണ് അല്ലെ? ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ചോദ്യത്തിന്റെ മുമ്പ് നിങ്ങളിപ്പോ നടത്തിയ കമന്റിനെ കുറിച്ച് ഒന്ന് പ്രതികരിച്ചിട്ട് ചോദ്യം ചോദിക്കാം. ദീന് നസീഹത്താണ് ആണ്. അത് വിചാരിച്ചിട്ട് തന്നെ ഞങ്ങളെ സമയവും സന്ദർഭവും പണവും ഒക്കെ മുടക്കിയിട്ട് ഇത് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ പറഞ്ഞത് എന്താ? ഇതുവരെയും ക്ലിപ്പിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾ ചിരിച്ചു പോയതാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല.
അത് മുജാഹിദ് ഇത് ചെയ്യുമ്പോൾ നോക്കേണ്ടിയിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ ക്ലിപ്പൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തത് എന്താ, കഴിഞ്ഞ 19 അല്ലെങ്കിൽ 90 വർഷക്കാലം മുജാഹിദ് പ്രവർത്തിച്ച് അവർ നേടിയെടുത്ത നേട്ടത്തിന്റെ ചെറിയ ചിത്രം കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ക്ലിപ്പിട്ട് കൊടുത്തത്. അതുകൊണ്ട് അത് ഞങ്ങൾ ഉദ്ദേശിച്ച ഫലം എന്താണോ അതിവിടെ ഞങ്ങൾ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ പറയാനുള്ള പ്രശ്നം എന്താ, റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ് ജാഹിലിയത്തിൽ തൽബിയത്ത് ചൊല്ലിയിരുന്നില്ലേ? തൽബിയത്ത് ചൊല്ലിയിരുന്നു, ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൽ ഹാജ് എന്നും അൽ ഹാജ് എന്നും പറയാനുള്ള നിബന്ധന എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അത് വിശദീകരിക്കണം. ഒരു തൽബിയത്ത് ചൊല്ലതുകൊണ്ട് ഇസ്ലാമിക ഭാഷയിൽ അയാളെക്കുറിച്ച് ഹാജ് എന്നോ അൽ ഹാജ് എന്നോ പറയാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ മുണ്ടാതിരിക്കാം. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഒരാൾ ഒരു തൽബിയത്താണ് ചെല്ലുമ്പോഴേക്ക് ആളെ പറ്റി ഹാജി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എവിടെ നിന്നാണ് മതം പഠിച്ചത് എനിക്കറിയുന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നിങ്ങളെ ആ മുജാഹിദ് പഠിപ്പിച്ചത് ശുദ്ധ അസംബന്ധമാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പുറമൊന്നും അറിയാതെയും കാണാതെയും അല്ല അത് ഇട്ടിട്ടുള്ളത് എന്ന കാര്യവും കൂടി നിങ്ങൾ ഓർക്കണം. ഇത് മുജാഹിദുകളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പുറം കട്ട് ചെയ്തു, കട്ടു, മോഷ്ടിച്ചു എന്നൊക്കെ പറയും. ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി ഇത്തിക്കാഫിരുന്നിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് വിശ്വാസം മുജാഹിദ് വെച്ചു പുലർത്തുന്നുണ്ട്. ഈ ഹജ്ജ് മാത്രമല്ല, അതെല്ലാം കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിടും. എല്ലാം ഇവിടെ എൻ്റെ കയ്യിൽ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നസീഹത്തോടു കൂടെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മുജാഹിദാണെന്ന് കരുതി എന്തെങ്കിലും പറയല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അല്ല പറയാം, വേറെ തന്നെ രസാവഹമായ പറയാൻ എൻ്റെ കയ്യിൽ തന്നെ ആ ലാപ്ടോപ്പിലുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു അദ്ദീനു അന്നസീഹ എന്ന നസീഹത്ത് അനുസരിച്ച് തന്നെയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ജാഹിലിയ്യ കാലത്ത് മക്കാ മുശ്രിക്കുകളായ ആളുകൾ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ അവരൊരു തെൽബിയത്ത് ചൊല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരൊന്ന് കഅബത്തെ തവാഫ് ചെയ്തത് കൊണ്ടോ അവരെ കുറിച്ച് ഇസ്ലാമിന്റെ ഭാഷയിൽ ഹാജി എന്നോ അൽ ഹാജി എന്നോ പറയാൻ പറ്റുകയില്ല എന്ന വിവരമെങ്കിലും, മിതമായ വിവരമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം, മുജാഹിദുകൾക്കും ഉണ്ടാവണം. അത് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലിപ്പ് കാണിച്ചതും പറഞ്ഞിട്ടുള്ളതും എന്നറിയിക്കുന്നു. ഇനി നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ നുബുവത്ത് കിട്ടുന്നത് വരെ അൽ അമീനായി ജീവിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജീവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കാരണം അവിടെ നിന്നും അക്രമം സഹിക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ, നുബുവത്ത് കിട്ടിയതിൻ്റെയും ഹിജ്റ പോകുന്നതിൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അവിടെ നബിയെ ആക്രമിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ശിർക്ക് വന്നത്. എന്തായിരുന്നു ആ ആരാധന? അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ അവർ ചെയ്തിരുന്ന എല്ലാ ആരാധനയും ഇസ്ലാമിന്റെ പുറത്തായിരുന്നു. ആരാധനകൾ വിശദീകരിക്കണം. ഒന്ന്, ഹിജ്റ പോയതിനു ശേഷം നിസ്കാരം, അതുപോലെ നോമ്പൊക്കെ നിർബന്ധമാകുന്നത് അതിനൊക്കെ മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന അവരുടെ ആരാധനമാർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആരാധന എന്താണെന്ന് വിശദീകരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ നടത്തിയിരുന്ന തൽബിയത്തിന്റെ കാര്യം പറഞ്ഞ് ഇനിയും ഹജ്ജിലേക്ക് കൊണ്ടുപോകാനാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ വിശദീകരണം അതിന് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്ത് ഇബാദത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ ആരെന്ത് ഇബാദത്ത് നടത്തിയാലും അത് ദീനിൽ സ്വീകാര്യമേ അല്ല. അള്ളാഹു തആല യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാതെ ശരിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ശരി, അള്ളാഹുവിന് ശിർക്ക് വെച്ചു എന്ന് പറയുന്നു. ശിർക്ക് വെക്കുന്നത് ഏത് കാര്യത്തിലായിരുന്നു? എന്ത് കാര്യത്തിലായിരുന്നു ശിർക്ക് വെച്ചിരുന്നത്? എന്താണ് ആ ആരാധന എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് മക്കാ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ശിർക്ക് വെച്ച ആരാധന. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരമായി. ശിർക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ശിർക്ക് എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്ത വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥമായ ശറഹുൽ അഖായിദ്, അതുപോലെ തന്നെ ശറഹുൽ മഖാസിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമാനാ വുജൂബിൽ വുജൂദി ഔ ബിമാനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ. ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ശിർക്കായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വെച്ചു പുലർത്തിയിരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിൽ സ്വയം പര്യാപ്തനാണ് എന്ന രൂപത്തിൽ
അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മറ്റൊരു സൃഷ്ടികളിൽ അവർ ചാർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നേരത്തെ ഇവിടെ പറഞ്ഞ മറുപടി തന്നെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചില്ല. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഈ മറ്റു സൃഷ്ടികളിലും മറ്റു വസ്തുക്കളിലും ചാർത്തുകയും ആ ചാർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കുകയും ചെയ്തു. അതാണ് ഒരു ശിർക്ക്. ഒരു ശിർക്കിന്റെ ഒരു ഇനം അതാണ്. രണ്ടാമത്തെ ഇനം ആ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനല്ലാതെ മറ്റ് ശരീക്കായ പങ്കാളികളായ ഇതര ദൈവങ്ങളുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത പോലോത്ത ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്കും അവർ ചാർത്തി കൊടുത്തു, ആ ദൈവങ്ങൾക്ക് അവർ സമർപ്പിച്ചു. ഇതുമാണ് ശിർക്കിന്റെ രണ്ട് വകഭേദങ്ങൾ. ഈ രണ്ട് ഇനവും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് മുശ്രിക്കുകളെന്നും അവർ ഇസ്ലാമിൽ ശിർക്ക് അല്ല, അവര് അള്ളാഹുവിന്റെ കൂടെ പങ്കുവെച്ചവരാണ് എന്നും പറയാനുള്ള കാരണം. ചോദിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏതെങ്കിലും കാര്യത്തിൽ അവർ ശിർക്ക് വെച്ചിരുന്നു എന്ന് പറഞ്ഞു, ഇബാദത്തിലൂടെ ശിർക്ക് വെച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇബാദത്തിലൂടെ മാത്രമല്ല, അങ്ങനെയും ശിർക്ക് വെച്ചിരുന്നു. ശരി, ഖുർആനിൽ ഒരു ഭാഗത്ത് എന്തിനാ നിങ്ങൾ അവരെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹൗലായി ശുഫഹാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ഞങ്ങളെ ശുപാർശക്കാരാണ് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ശുപാർശക്കാരാണ്. അതുപോലെ തന്നെ സുമർ സൂറത്തിൽ മൂന്നാമത്തെ എന്തിനാ അള്ളാഹുവിന് പുറമെ ഔലിയാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ എന്നും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവർക്ക് ആരാധന ചെയ്യുന്നില്ല. അപ്പൊ ഏറ്റവും ഉന്നതനായി അള്ളാഹുവിനെ മാത്രമായിരുന്നു അവർ അംഗീകരിച്ചിരുന്നത്. എന്നിട്ടും അവർ ശിർക്ക് വന്നു. അവർ കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കെന്റെ വിശദീകരിക്കണ്ടേ? അവിടെയും എന്താ ചെയ്തിരുന്ന, അവിടുന്ന് ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹുവിനെ മാത്രം അവര് മുഖ്ലിസീന ലഹുദ്ദീനായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ കരയിലേക്ക് എത്തിയ അവര് എന്ത് ശിർക്ക് വെച്ചിരിക്കും. ഇങ്ങനെയുള്ള ഈ വിശ്വാസം ഇന്ന് ഈ മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളും ചെയ്യുന്നില്ലേ? ഒറ്റ ആളും ചെയ്യുന്നില്ല. ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചാലോ? ഒറ്റ ആളും ഈ യഥാർത്ഥ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ഒരാളും ചെയ്യുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പ്രവൃത്തി ഒരാളും ചെയ്യുന്നില്ല. സുന്നികളായ ആളുകളെ കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുന്നികളെ കുറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നികളായ മുസ്ലിമീങ്ങൾ ആരും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഈ പരിപാടി ചെയ്തിട്ടേ ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അവിടെ ഭീമമായ ഒരു അബദ്ധം പിഴഞ്ഞിട്ടുണ്ട്. എന്താണ് അബദ്ധം? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകാനുള്ള ആളുകളാണ് മഹാത്മാക്കൾ എന്നവർ പറഞ്ഞല്ലോ. അത് ശിർക്കാണെന്നാണല്ലോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഞങ്ങളെ ചോദ്യത്തിന്റെ കാതൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അവിടെ ഭീമമായ അബദ്ധം പറ്റിയിരിക്കുന്നു. ഇവർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞതല്ല ഇവരുടെ ശിർക്കിന്റെ കാരണം. അത് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാ. ശിർക്ക് എന്താ? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. എന്താണത്? മക്കയിലെ മുശ്രിക്കുകൾ അവർ ചെയ്തതെന്താ? അല്ലാഹുവേതര ദൈവങ്ങൾക്ക് അവർ ആരാധിച്ചു. ഇതാണ് പ്രശ്നം. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, നിങ്ങൾ ഓതുന്ന ഏതായത്തുണ്ടോ ഏതായത്തിന്റെ തഫ്സീർ ഞാൻ ഇവിടെ നിന്ന് പറയാം. എത്രയോ ആയത്തുകൾ ഖുർആനിൽ പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകൾ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് അവർ ആരാധിച്ചു, ഇതര ദൈവങ്ങൾക്ക് ആരാധിച്ചു. അല്ലാഹുവിനെ നൽകേണ്ടുന്ന ആരാധന ഇതര ദൈവങ്ങൾക്ക് നൽകി, ഇതര ദൈവങ്ങളെ ആരാധിച്ചു. ഇതാണ് ഇവിടത്തെ പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തി എന്നതാണ് ഇവിടുത്തെ ശിർക്ക്. ആരാധന ചെയ്തപ്പോ അവരെന്ത് പറയുകയും ചെയ്തു? ഞങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഇങ്ങനെ ഈ ലാത്തക്കും റുസ്സക്കും മനാത്തക്കും ആരാധിച്ചാൽ ആ ലാത്തയും റുസ്സയുമാകുന്ന ദൈവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ
വലിയ തമ്പുരാന്റെ മുമ്പില് ഞങ്ങൾക്ക് ആവശ്യമായ ഉപകാരങ്ങൾ ചെയ്തു തരും എന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങൾക്കൊക്കെ ആരാധിക്കുന്നത് എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. എന്ത് ശഫാഅത്ത് അല്ലാഹു അല്ലാത്ത ഒരാളേക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് സുന്നികൾ ആവശ്യപ്പെടുന്നു, അതുപോലെ ശഫാഅത്ത് നൽകും, ശഫാഅത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചതല്ല ഇവിടത്തെ കുഴപ്പം. ഇമാം റാസി ഈ കാര്യം ഇത് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കുകയും ആ ദൈവങ്ങൾ അല്ലാഹു ശഫാഅത്ത് നൽകാൻ അനുമതി നൽകിയിട്ടില്ലാത്ത ദൈവങ്ങളിൽ നിന്ന് അവർ ശഫാഅത്ത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് ആരാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് കുഴപ്പം. മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മളോ അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്ത് ചെയ്യും, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അവർക്ക് നമ്മൾ ആരാധിക്കുന്നില്ല. ആരാധനയാണ് ഇവിടുത്തെ വിഷയത്തിന്റെ മർമ്മം. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്. മക്കയിലെ മുശ്രിക്കുകളോ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് മുശ്രിക്കുകളും അവരുടെ സ്വഭാവം എന്താ? അല്ലാഹുവേതര ദൈവങ്ങൾക്ക് അവർ ആരാധിക്കുന്നു. ആരാധിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും കരുതുന്നതും എന്താ? ആ ദൈവങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്നുമാണ്. അപ്പൊ ഇത് രണ്ടാണ്. ഒന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏതോ അതല്ല സുന്നികൾ നിർവഹിക്കുന്നതും വെച്ചു പുലർത്തുന്നതും. സുന്നികൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം ഏതോ അത് ഒറ്റ മക്ക മുശ്രിക്കും വെച്ചു പുലർത്തുന്നു.